അനധികൃത മദ്യനിർമ്മാണശാലകൾക്കെതിരെ രാജ്യവ്യാപക പരിശോധന ശക്തമാക്കി കുവൈറ്റ്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ നിരവധി പ്രവാസികൾ പിടിയിലായി. അതിനിടെ വിഷബാധ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ളതായി സൂചനകൾ. ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പ്രവാസികളുടെ നില അതീവ ഗുരുതരമാണ്. അധികൃതർ സാഹചര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃത മദ്യനിർമ്മാണ വിതരണ ശൃംഖലക്കെതിരെ രാജ്യവ്യാപകമായി പരിശോധനയുമായി ആഭ്യന്തര മന്ത്രാലയം. ഫഹാഹിലെ അനധികൃത മദ്യശാലയിൽ അഹമ്മദി സുരക്ഷാ വിഭാഗം റെയ്ഡ് നടത്തി. കേന്ദ്രം നേപ്പാളി വനിതയാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. അബു അലിഫ മേഖലയിൽ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി ഇന്ത്യൻ പ്രവാസികളെയും അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് അനുസരിച്ച് വിഷബാധയേറ്റ് ഇതുവരെ 23 പേരാണ് മരിച്ചിരിക്കുന്നത്. ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുവാൻ ഇടയുണ്ടെന്നാണ് സൂചനകൾ. നിലവിൽ 160ഓളം പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരും തീവ്ര പരിചരണ വിഭാഗങ്ങളിലാണ് തുടരുന്നത്. എല്ലാ കേസുകളും 24 മണിക്കൂറും വിദഗ്ധ മെഡിക്കൽ സംഘങ്ങളുടെ നിരീക്ഷണത്തിലാണ്. പലരുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൃക്ക തകരാറിനെ തുടർന്ന് പലരെയും അടിയന്തര ഡയാലിസിസിന് വിധേയമാക്കുകയും ചെയ്തു. കൂടുതൽ മലയാളികൾ മരണപ്പെട്ടതായും സൂചനയുണ്ട്. എന്നാൽ ഇത് സംബന്ധമായി ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമല്ല. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന സാധാരണ പ്രവാസികളാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.